കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അല്ലിട്ട് പോയി ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാന്? ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് നാണക്കേടാണ്. ശരിക്കും നാണക്കേടാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താ. ഒരാണായ ചിറ്റപ്പം പെൺവേഷം കിട്ടുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. ശംഭുച്ചേട്ടൻ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. എത്ര ആണുങ്ങളെ പെൺവേഷം കെട്ടി സിനിമയിലൊക്കെ അഭിനയിക്കുന്നേ. ഇത് ശരിയാന്നല്ലോ. സുമേഷ് റോക്കിംഗ് സുമ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. ഇപ്പോഴോ അല്ല, അതിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് ഫോട്ടോ എടു എടുക്കാം. ചിരി സ്മൈൽ പ്ലീസ്. അതിനെ ഇതെന്തിനാ ഫോട്ടോ എടുക്കണേ? എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യേണ്ട ലാഭമൊന്നും ആയിട്ടില്ല. അത് ഡിലീറ്റ് ചെയ്യണം അങ്ങോട്ട്. എടാ സുമേ, അത് ഡിലീറ്റ് ചെയ്യും. ഇപ്പൊ ഇടാനുള്ള സമയം ആയിട്ടില്ല. ഇത് മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. കംപ്ലീറ്റ് ആവാൻ എന്തോന്ന് കംപ്ലീറ്റ് ആവാൻ? ഒരു കംപ്ലീറ്റും ഇല്ല. ഇത് ഞാൻ ഇഷ്ടമുള്ളത് ഞാൻ പടം ഇടും. എന്റെ സുമേ, നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇടാനൊന്നും പറ്റത്തില്ല. എന്റെ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നാട്ടുകാരെ കാണിക്കാൻ പറ്റുള്ളൂ. നിന്റെ ക്രിയേഷൻ ആണ് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇത് എന്റെ മോന്താണ്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോസ്റ്റ് ഇടും. നാത്ത് പടം വരച്ചപ്പോഴത്തേക്കും നാത്ത് പറഞ്ഞില്ലേ കംപ്ലീറ്റ് ആവാതെ കാണിക്കാൻ പറ്റത്തില്ലെന്ന്. അതുപോലെ തന്നെയാണ് എന്റെ ഈ ക്രിയേഷനും. എടി അത് പടം, ഇത് എന്റെ മോന്താ. ഞാൻ ഇഷ്ടമുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. എടാ പോസ്റ്റ് ചെയ്താ ഡിലീറ്റ് ചെയ്യടാ. ശംഭു ഡിലീറ്റ് ചെയ്യരുത്. എന്നാ പിന്നെ ഡിലീറ്റ് ചെയ്യണ്ട. ഞാൻ തരാന്ന് പറഞ്ഞ പൈസ തരത്തില്ലെന്നേ ഉള്ളൂ. ശംഭു ഡിലീറ്റ്. നിമിഷ നേരം കൊണ്ട് കാല് മാറിയല്ലേ. എടാ അത് പിന്നെ ഒരു 500 രൂപ കിട്ടുന്ന കേസാണ്. നിനക്ക് തരാൻ പറ്റും 500 രൂപ? ഇങ്ങോട്ട് മാറും. 500 രൂപ ആമി വാ ഇരിക്കടി. റെഡി ചെയ്യാം. അത് കഴിഞ്ഞ് ഓരോരുത്തരും കഴിഞ്ഞ് ഞാൻ ചെയ്തു തരും. എന്താ ഞാനിപ്പോ എവിടെ റെഡി ചെയ്യാനാ? വെച്ച് വാടുതേ அந்த வெள்ளை நிலா வந்து வந்து பாடுதே നീ മാറ്. മച്ചയപ്പ വര പോരെ മച്ചയപ്പ വര നീ ആ ഫോണൊന്ന് മാറ്റി വെക്കോ. ഇങ്ങോട്ട് വാ. തല പാമ്പാ വന്ന് ത്രെഡ് ചെയ്യുമ്പോ വേദനിക്കൂലേ? അതെ, എനിക്ക് കുറച്ചുകൂടെ ബ്ലസ്റ്റ് വേണം തോന്നുന്നു. എന്റെ ഫേസ് എനിക്ക് അഗ്ലി ആയിട്ട് തോന്നുന്നു. അതല്ലേ നമുക്ക് ഈ ഭാഗത്തെ കുറച്ച് കോണ്ടർ ചെയ്യാം. എടാ കോണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് അങ്ങനെ പറയല്ലേ? അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ആയി വരുന്നില്ല. ആ സംഭവം ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മറ്റേ കരിഷ്മ കപൂറിനെയൊക്കെ പോലെ ആവും. സത്യടാ. നീ ഇവിടെ പോവാ? നീ ഇവിടെ ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. കരിഷ്മ കണക്കിൽ കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്ക്. അപ്പച്ചി വേദനിക്ക്. എനിക്ക് വേണ്ട അപ്പച്ചി. അപ്പച്ചി വേണ്ട അപ്പച്ചി. അപ്പച്ചി വേണ്ട. ആരുടെ കരിഞ്ഞാണ് പറഞ്ഞു? എടാ ഇത് എന്റെ മോത്ത് ഇത് ഇട്ട് നിൽക്കുന്നേ. എന്റെ സ്വഭാവം പഴയ സ്വഭാവമാണ്. എന്താണ് ഇത്? പറ്റൂല കേട്ടോ. എനിക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും ഒന്ന് സഹകരിച്ചാൽ. ഇതൊക്കെ വാരി തേച്ചിട്ട് എന്റെ മോത്ത് എങ്ങനെ ആക്കിയില്ല? നിനക്ക് 500 രൂപ വേണം. 500 രൂപ വേണം. അന്നിരി. ചാലിട്. വാ ഇരി. ടച്ച് ചെയ്യുന്ന പറ. വാ ഇവിടെ ഇരി. നോക്കട്ടെ. നിന്നെ അത് നോന്നതാണ്. അല്ല അതങ്ങനല്ലല്ലോ. പിടിച്ചോണേ പിള്ളേരെ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ സുമേ. അങ്ങനെ വേണ്ട, നമുക്ക് പിന്നെ ചെയ്യാം. അങ്ങനെ പിന്നെ ചെയ്യാന്നത്. 500 രൂപ പിന്നെ നിനക്ക് എന്തിനാ ഞാൻ തരുന്ന? വെറുതെ ഒരു ചെറിയ വേദന ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഉള്ള ചായ ഉണ്ട് എനിക്ക് കൊടുത്തന്നെ. അച്ഛന് ചായ കിട്ടിയില്ലേ? എവിടുന്ന്? ഞാൻ ബാങ്കിലോട് പറഞ്ഞു വിട്ടല്ലേ അച്ഛന് ചായ തരാൻ. എന്റെ തലാവക്ക് മേക്കപ്പ് ചെയ്യാൻ കൊടുക്കാത്തോണ്ട് അവള് ഭയങ്കര കലിപ്പില്ല. എനിക്ക് ചായ ഒന്നും കൊണ്ടുവന്നില്ല. അച്ഛന് ചായ കൊണ്ട് തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഉത്തോണ്ട് ചായ ആയിട്ട് അങ്ങോട്ട് പോയത്. എന്റെ ടെൻഷൻ അതല്ല മോളെ. ഈ കുറ്റിക്കാട്ട് വീട്ടിലെ പെൺകൊച്ചിന്റെ കല്യാണത്തിനാണ് പൈങ്കിളി മേക്കപ്പ് ചെയ്യാൻ ഏറ്റിട്ടുള്ളത്. അവരാണെങ്കിൽ മഹാ അലമ്പു ടീംസാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണാൻ കൂടെ ഇളകിയതുപോലെ മൊത്തത്തിൽ വന്ന് കയറും. ഇതൊന്നും പറഞ്ഞാൽ ആ പെണ്ണിന്റെ തലേ കയറിയല്ല. അവള് ഏതാണ്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്റെ ആവേശത്തിൽ നടക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിന്റെ അഹങ്കാരം അവക്ക്. എവളെങ്ങാനും മേക്കപ്പ് ചെയ്ത് അതുവല്ലോ കുളമായി കഴിഞ്ഞ പിന്നെ കുറ്റിക്കാട്ട് വീട്ടുകാർ നമ്മുടെ ഇവിടെ വെടിപ്പാക്കൂലേ? നമ്മളെ ഈ നാട്ടിൽ ജീവിക്കാൻ പോലും അവന്മാർ സമ്മതിക്കൂല. എന്ത് പറഞ്ഞ അവളെ പിന്തിരിപ്പിക്കുക? അല്ല തന്നെയല്ല വെച്ചാ മറ്റന്നാളല്ലേ കല്യാണം. നമ്മളിപ്പോ ഇന്ന് എന്നിട്ട് നടക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാവില്ലേ? അവർക്ക് വേറെ ആളെ കിട്ടുമോ? അതൊക്കെ അവർ ആരെങ്കിലും ഒക്കെ ഒപ്പിച്ചോളുന്നത്. പക്ഷെ ഇവളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റൂ. ഉത്തൂന്റെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് നോക്കിയാലോ? ഒന്നുമില്ലല്ലോ, ഒരു പെങ്കൊച്ചിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ? അത് ചിലപ്പോ നടത്താറായി. അല്ല നിന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ മാർക്കറ്റിലെ? കുഴപ്പമില്ല അച്ഛാ. പക്ഷേ ആ ജോലിയും അത് കഴിഞ്ഞ് വന്നിട്ടുള്ള വീട്ടിലെ ജോലിയും കൂടെ ആകുമ്പോഴാണ് നടുപടിയുന്നത്. അയ്യോ കഷ്ടം. ഇവിടെ കിടന്ന് തുടങ്ങണോ?
എണീക്ക്. മുത്തുണ്ണ, മുത്തുണ്ണ എണീക്ക്. എണീക്ക്. എണീക്കാണ് ടക്കുടു വാവ എണീക്ക്. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് കളിയാക്കണ. അയ്യോ എണീറ്റ് ചെയ്യ, എണീക്ക് ചെയ്യ, കണ്ണ് കിട്ടാതിരിക്കട്ടെ. ഭയങ്കരേ ക്ഷീണമായിരുന്നു. അപ്പൊ ഭയങ്കര തല മസാജ് ചെയ്ത് തന്നു. അങ്ങനെ അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. ആണല്ലേ? നന്നായിട്ട് തല മസാജ് ചെയ്തിരുന്നു കേട്ടോ അവള്. തല മസാജ് ചെയ്യാൻ മാത്രല്ല, അവക്ക് നല്ലോണം മേക്കപ്പ് ഇടാനും അറിയാം. ആ ഒന്ന് കണ്ണാടി പോയി നോക്കി. കണ്ണാടി പോയി നോക്കി. ഇതെന്തോന്നത്? ഇത് എങ്ങനെ പോകുന്നത്? അങ്ങനെ തൂക്കരുത്, മൊത്തം പടരും. അങ്ങനെ ഒന്നും പോകത്തില്ലത്. എങ്ങനെ പോകുന്നത്? പിന്നെ അത് വല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തേച്ച് കഴുകി കഴിഞ്ഞാൽ പോകും. പിള്ളേരെ കണ്ട എന്നിട്ട് വല്ല ഫേസ് വാഷ് ഇട്ട് നല്ലോണം കഴുകി എടുക്കണം. കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ ഇത്രയും ചെയ്തിട്ടാണോ നിങ്ങൾ മേക്കപ്പ് കഴിക്കുന്നത്? ഞങ്ങളെ മേക്കപ്പ് ഇടാൻ എടുക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ സമയത്ത് കളയാനെടുക്കും. മനസ്സിലായോ? വെളിച്ചെണ്ണയൊക്കെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്ന. ഇത് നമുക്ക് ഇങ്ങനെ 2 ഫോട്ടോ എടുത്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ 2 ഫോട്ടോ എടുത്ത് ഇല്ല, ഇത് പറയുന്നത് കേൾക്കാം. ആ കുറ്റിക്കാട്ടിലെ വീട്ടിലെ പെങ്കൊച്ചിന്റെ കല്യാണമാണ് പൈങ്കിളി കയറി ഏറ്റിരിക്കുന്നത് മേക്കപ്പ് ചെയ്യാന്ന്. അതെങ്ങാനും ചെയ്ത് ഇതുപോലെ കുളമായാലുണ്ടല്ലോ അവർ ഈ വീടെടുത്ത് തിരിച്ചു വെക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. നേരത്തെ ആ സുമേഷ് കൊണ്ടേ പാടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എവിടും തുടങ്ങിയ അവിടെ ശിവന്റെ വീട്ടിൽ അങ്ങനെ കൊണ്ടുവിടേണ്ടി വരും. അച്ഛൻ എന്തായാലും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അച്ഛൻ അവരെ അല്ലെങ്കിൽ നല്ല പേടിയാന്ന് തോന്നുന്നു. അത് പഴിക്കണ്ട, നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വയ്ക്കാം. അതെ, അവര് കൂട്ടത്തോടെ തല്ലാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. അടിയും പിടിയും ഒക്കെ കേസൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എല്ലാവരും കൂടെ അടി വാങ്ങിച്ചു തരും അവള്. അവരടിക്കാൻ പരിപാടി നിങ്ങൾ ഈ രൂപത്തിലൊന്ന് ചെന്ന് നിന്നാ മതി. നീ ചുമ്മാ ഈ അടിക്കല്ലെന്ന് അവിടെ ഇരിക്കുക. ഒന്ന് പൈങ്കിളി എടുത്ത് പോയി ആദ്യം സംസാരിക്കാം. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് അവളെ കാണുന്നു. അടിക്കല്ലേ?